സിനിമ കണ്ടാൽ അറിയാം പുള്ളി ഒരു ഷോപ്പിൽ ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്കുന്ന ഒരു ഷോട്ടാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അത് ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ മറക്കൂല ഷോട്ട്. എൻ്റെ ക്യാമറയിൽ കൂടി ഞാൻ പുള്ളിയെ കാണുന്നുണ്ടല്ലോ. എനിക്കറിയില്ല എത്രത്തോളം അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. മറ്റുള്ളവർക്ക് എങ്ങനെ എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്ക് പിടിയില്ല. കാരണം എനിക്കറിയാം അതിന്റെ ഇന്റൻസിറ്റി എത്രയുണ്ട് എന്താണെന്നുള്ളത്. വലിക്കുന്ന ഒരു സീനിൽ ഇങ്ങനെ അത് ശരിക്കും ഉള്ളതായിരുന്നോ അതോ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നോ അതോ മമ്മൂക്ക തന്നെയായിട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു? സിഗരറ്റ് വലിക്കുക എന്നുള്ളത് സ്ക്രിപ്റ്റിലുണ്ട്. അതെ, പലപ്പോഴും പുള്ളി അത് കൃത്യമായിട്ട് ആ റൗണ്ട് ചെയ്ത് വിടുന്നുണ്ട്. അതാണ് വിടുന്നുണ്ട്. അതൊക്കെ പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ പറയുന്ന ഒരു കാര്യം സിഗരറ്റ് വലിക്കുന്നു എന്നുള്ളതായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോൾ. പക്ഷെ അദ്ദേഹം ഷോട്ടിൽ ചെയ്യുന്നത് അതിൽ നിന്നും വേറൊരു സാധനമായിരിക്കും. അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. അയ്യോ സത്യം. നോട്ടം അല്ലെങ്കിൽ ചില ഷോട്ടിൽ ഒരു നാക്ക് കടിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റത്തില്ല. മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് വി നായകൻ എന്നുള്ളത്. വിനായകൻ ചേട്ടന്റെ പെർഫോമൻസും അത്ര അടിപൊളിയായിരുന്നു. ഞാൻ പരിചയപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ സിനിമയിൽ വന്ന ആളെ കുറിച്ച് വളരെ ബ്രില്യൻ്റ് ആണ് അയാൾ. എനിക്ക് ഒരു നെഗറ്റീവും അദ്ദേഹത്തിൽ തോന്നിയില്ല. കറക്റ്റ് സമയത്ത് വരും. അങ്ങനെ എല്ലാ കാര്യത്തിലും ആക്ടിങ്, അതിൽ പുള്ളി ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈല്, ആ ക്യാരക്ടറായി മാറാൻ പുള്ളിയുടെ ഒരു എഫേർട്ട് ഉണ്ട്. അതെല്ലാം വളരെ ഭയങ്കര രസമാണ് അതൊക്കെ കാണാൻ. അദ്ദേഹം ജീവിക്കുന്ന ആ ക്യാരക്ടറായിട്ട് തന്നെയാണ്. പ്രത്യേകിച്ചൊരു ആർട്ടിസ്റ്റിന്റെ ഒന്നുമില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഞാൻ ബിൽറ്റ ആൻഡ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സിനിമറ്റോഗ്രാഫർ മിസ്റ്റർ ഫൈസൽ അലി. ഹലോ ചേട്ടാ, വെൽക്കം ടു ദ ഷോ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷം. നമ്മുടെ കളംകാവൽ മൂവി തിയേറ്ററുകളൊക്കെ ഇറങ്ങി ആളുകൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ അതിന്റെ സന്തോഷം എത്രത്തോളം ഉണ്ട്? അതിന്റെ സന്തോഷം എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാര്യം എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഇപ്പോൾ DOPസിന്റെ കാര്യം എടുത്താൽ ഒരു മമ്മൂട്ടി ഫിലിം എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. എൻ്റെയും അങ്ങനെ തന്നെ. നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വരുന്ന ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, ഒരു ലെജൻഡാണ്. അത്തരത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ഹൈ അദ്ദേഹമാണ്. പിന്നീട് അത് സ്ക്രിപ്റ്റിൽ വരുന്നു, അതിനൊപ്പം ട്രാവൽ ചെയ്യുന്നു, അങ്ങനെ ജിതിനുമായിട്ടുള്ള ട്രാവലിംഗ്. അത്തരത്തിൽ ഏകദേശം 1 വർഷത്തോളം ഉണ്ടായിരുന്നു ഈ സിനിമയുടെ പുറകിൽ. അങ്ങനെ ലാസ്റ്റ് ഫൈനലി സിനിമ വന്നു, അത് എല്ലാവരും കാണുന്നു, ഇഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും വളരെ വലിയ സന്തോഷമാണ്. എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് വരുന്നത്, ഈ ഒരു ടീമിലേക്ക്? അത് ആക്ച്വലി ഞാൻ വരുന്നത് എന്നെ ആൻഡോ ചേട്ടൻ, പ്രൊഡ്യൂസർ ആൻഡോ ജോസഫ്, അദ്ദേഹമാണ് എന്നെ റെഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടീമിൽ എത്തുന്നത്, ഈ മമ്മൂട്ടി കമ്പനിയിൽ എത്തുന്നത്. അങ്ങനെയാണ് ജിതിൻ വരുന്നു, ജിതിനെ പരിചയപ്പെടുന്നു. അങ്ങനെ വളരെ പെട്ടെന്നായിരുന്നു അതെല്ലാം. ഈ മൂവിയിലേക്ക് എത്തുന്നത് വളരെ പെട്ടെന്നായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള കുറെ ട്രാവലിംഗ്, കുറെ ടൈം എടുത്തു. പിന്നെ എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, ലൊക്കേഷൻ, അതെല്ലാം കുറച്ച് സമയം എടുത്തു. പക്ഷെ എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. വളരെ സന്തോഷം ആണല്ലേ. ഇപ്പോ ഒരു മൂവി നമുക്ക് കണ്ടറിയാം, ഒരു ഡയറക്ടർ ആൻഡ് DOP ഇവര് തമ്മിലുള്ള ഒരു റാപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്കൊരു ഫിലിം കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ ഫിലിമിൽ അത് ഭയങ്കര എവിഡന്റ് ആണ്. ആ ഒരു റാപ്പ് വർക്ക്ഔട്ട് ആയി എന്നുള്ളത് ഭയങ്കര എവിഡന്റ് ആണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയായിരുന്നു? പിന്നെ ഈ ഒരു മൂവി ഫുൾ മിസ്റ്ററി ആയിട്ടുള്ള ഒരു ഡാർക്ക് ആയിട്ടുള്ള വൈബുള്ള ഒരു മൂവിയാണ്. അപ്പൊ ഇതൊന്ന് ബ്രീഫ് ചെയ്യാന്ന് പറയുന്നതും ഡയറക്ടർ ബ്രീഫ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്കിത് ചെയ്യാനും പറ്റുക. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള റാപ്പ് എങ്ങനെയായിരുന്നു ആക്ച്വലി? അല്ല, ഞാൻ ഇതിൽ എൻട്രി ആകുമ്പോൾ ഈ സ്ക്രിപ്റ്റ് പക്ക എഡിറ്റഡ് സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ക സ്ക്രിപ്റ്റാണ് ഇവർ വെച്ചിരുന്നത്, ജിതിനും ജിഷ്ണുവും ഒക്കെ ചേർന്നിട്ട്. പിന്നീട് വന്നിട്ട് ഡിസ്കഷനിൽ ഒന്നും അങ്ങനെ പൊളിക്കേണ്ടതോ അങ്ങനെ മാറ്റേണ്ടതോ ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ വന്ന് സ്ക്രിപ്റ്റ് വായിക്കുന്നു, അത് ഓക്കെയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിൽ അത് സ്ക്രിപ്റ്റ് എത്തുന്നു. അപ്പോൾ പിന്നെ ജിതിനുമായിട്ടുള്ള കുറച്ച് ഡിസ്കഷൻസ് എല്ലാം കഴിയുമ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു ഈ പറഞ്ഞ പോലെ റാപ്പോ പയ്യെ ക്രിയേറ്റ് ചെയ്യും. അതിങ്ങനെ പോയി പിന്നെ ഞങ്ങളുടെ ഒരു ട്രാവലിംഗ് ഉണ്ട്. ഇങ്ങനെ ഇപ്പോൾ ലൊക്കേഷൻ ആയാലും അല്ലാതെ ഡിസ്കഷൻസ് ഡെയിലി കാണുമല്ലോ. അങ്ങനെ കണ്ട് സംസാരിച്ച് പിന്നെ അതിൻ്റെ സിനിമയുടെ ഒരു ടോൺ, സിനിമയുടെ ടേക്കിങ്സ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്, എങ്ങനെയായിരിക്കണം ആ സീക്വൻസിൽ അദ്ദേഹം വരേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ആർട്ടിസ്റ്റ് വരേണ്ടത് എന്നെല്ലാം വളരെ പ്രീ പ്ലാൻഡ് ആയിരുന്നു അത്.
അങ്ങനെയാണ് അത് ചെയ്തത്. അങ്ങനെയാണ് അത് ആ ഒരു ഈ ഇപ്പൊ ചോദിച്ച റാപ്പോ അല്ലെങ്കിൽ ആ ഒരു സംഗതി വർക്കൗട്ട് ആയത് അങ്ങനെയാണ്. അതുപോലെ ഇതിന്റെ ലൈറ്റിംഗ് ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ടതാണ്. എല്ലാ സീനിലും ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഒരു സൈലൻസ്, ഒരു ഹോണ്ടിങ് ഫീല് നമുക്ക്, അത് ഓഫ് കോഴ്സ് ഒരു സിനിമറ്റോഗ്രാഫറിന്റെ കഴിവാണ്. നമ്മൾ എങ്ങനെ ഒരു മൂവി കാണണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഒരു സിനിമറ്റോഗ്രാഫറാണ്. അപ്പോൾ ആ മൂവിയിലെ ലൈറ്റിംഗ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈവൻ ട്രെയിലറും ടീസറും കണ്ടപ്പോഴേ നമുക്കത് ഫീൽ ചെയ്യായിരുന്നു. പക്ഷെ ഈ മൂവിയിൽ ത്രൂ ഔട്ട് ഒരു ഇന്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റിംഗ് അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അതിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ഐഡിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അല്ല, ആക്ച്വലി സത്യത്തിൽ ഞാനിത് ഇങ്ങനെ ഇതുപോലുള്ള സ്ക്രിപ്റ്റ്, എല്ലാ തരത്തിലുള്ള സ്ക്രിപ്റ്റും എല്ലാവരും ആഗ്രഹിക്കും. ഞാനും ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഒരു ഭാഗ്യത്തിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്നു, ഞാൻ അതിൽ ഒരു പാർട്ടായി. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഹോം വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതിങ്ങനെ ഇപ്പം ആ ചോദ്യം തന്നെ വളരെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഇപ്പോൾ ലൈറ്റിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നു, അതിൻ്റെ മൂഡ് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെടുത്ത ഒരു എഫേർട്ട് വർക്കാകുമ്പോഴാണ് ആ ചോദ്യം വരുന്നത്. ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിനെ അങ്ങോട്ട് കളയാറില്ലേ പതിവ്. അപ്പം അതിന് ഒരു എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടോൺ വരണം, ഒരു ലൈറ്റിംഗ് വരണം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിമിങ്ങിൽ അത് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പൊ താങ്കൾ ചോദിച്ചതുപോലെ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് ഞാൻ കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആക്ച്വലി അതിനകത്തൊരു റെഫറൻസ്, കുറെ സിനിമകളുടെ റെഫറൻസ് ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്പെഷ്യലി ഇതിൻ്റെ ഒരു മൂഡ് ഈ പറയുന്ന മൂഡ് വന്നെങ്കിൽ ആ സിനിമ വർക്ക് ആവത്തുള്ളൂ. അല്ലാതെ ഒരു ഫ്ലാറ്റ് ആയിട്ടൊരു ലൈറ്റിങ് അല്ലെങ്കിൽ വളരെ കൂൾ ആയിട്ടുള്ള ഒരു ലൈറ്റിങ്ങിൽ അത് നിൽക്കുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുറെ നാള് അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ ജിതിൻ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കുറച്ച് ഈ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഉണ്ടാവില്ല ഒരു മനസ്സിലൊരു ഐഡിയ, പുള്ളിക്കുണ്ട് ഈ സിനിമ എങ്ങനെ വരണം, ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കണമെന്ന് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കൃത്യമായ ഒരു സ്പേസ് കിട്ടി അവിടെ. അതാണ് ഇമ്പോർട്ടന്റ്. നമ്മളിപ്പോ വേറെ ഈഗോ, വേറെ ക്ലാഷ് ഒന്നുമില്ല അവിടെ. ഇപ്പൊ ജിതിനാണെങ്കിലും ജിഷ്ണു ആണെങ്കിലും മറ്റു ടെക്നീഷ്യൻസ് ആയാലും ഈവൻ പ്രൊഡക്ഷൻ കമ്പനി ഒന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ ആവശ്യപ്പെടുന്ന എന്താണോ അത് തരുന്നു. നമുക്കൊരു സ്പേസ് അവിടെ കിട്ടി എനിക്ക്. അതാണ് അതിലൊരു വലിയ കാര്യം. കാരണം നമുക്കൊരു സ്പേസ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വർക്കൗട്ട് ആവില്ല. അപ്പോൾ എല്ലാം കൂടി ഒത്തു വന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും അതുകൊണ്ടാണ് നമുക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ മൂവിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ട്രാൻസിഷൻസ് ആണ്. നമ്മൾ ഒരു സീനിൽ നമ്മൾ കാണുന്നത് ഈ ഒരു ഏരിയ ആണെങ്കിൽ പിന്നെ കാണുന്നത് കേരളമാണ്, തമിഴ്നാട്, കേരളം, കാർ, ലൈക്ക് അങ്ങനെ ഭയങ്കര ഒരു ട്രാൻസിഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് ഇതിനു വേണ്ടി ട്രാവൽ ചെയ്തത്? ഏതൊക്കെ സ്ഥലങ്ങളായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്? ഇത് ശരിക്കും നമ്മൾ നാഗർകോവിലാണ്. നാഗർകോവില് തിരുവനന്തപുരം ഭാഗത്താണ് കഥ നടക്കുന്നത്. അപ്പോൾ നാഗർകോവിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ കുറച്ച് ഏരിയ എല്ലാം കൊച്ചിയിൽ, സെറ്റും ഓഫീസുകളെല്ലാം കൊച്ചിയിലാണ് സെറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് വന്നൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ ഇപ്പൊ തമിഴ്നാടിനെ കണ്ടാൽ തമിഴ്നാടായിട്ട് തോന്നണം, കേരളം വന്നാൽ കേരളമായിട്ടും തോന്നുന്ന ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണം സിനിമയിൽ. അത് തോന്നണമല്ലോ. അങ്ങനെ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് പോലെ അതിന്റെ ഒരു എന്താ പറയണ, ഈ ജിയോഗ്രഫി, ഇപ്പൊ തമിഴ്നാടിന്റെ വേറൊരു ജിയോഗ്രഫിയാണ്, കേരളത്തിലേക്ക് വരുമ്പോൾ വേറെ ജിയോഗ്രഫി, കളറിംഗ് വരെ ഡിഫറെന്റ് ആണ്. അതെ, കളറിംഗ് വരെ. അപ്പോൾ അത് കുറെ അധികം ഞങ്ങളത് നടന്നിട്ടുണ്ട് ഈ ലൊക്കേഷനായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. എക്സ്പീരിയൻസ് ഒക്കെ പറയൂ, ഞങ്ങൾ അറിയട്ടെ. അല്ല, പറഞ്ഞതുപോലെ ഞങ്ങൾ കുറെ സ്ഥലങ്ങൾ ഞങ്ങൾ പോയി, ഹൈ റേഞ്ച് അടക്കം പോയി. പക്ഷെ അവിടെ ഒന്നും വർക്കൗട്ട് ആയില്ല. പിന്നീട് തിരിച്ചു വന്നു. പിന്നെ നാഗർകോവിലെ ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ ചീറ്റ് ചെയ്തെടുത്തു, അങ്ങനെയൊക്കെ. പക്ഷെ എന്നാൽ ഓൾമോസ്റ്റ് തമിഴ്നാടെല്ലാം തമിഴ്നാടും കുറച്ച് കേരളം എല്ലാം കേരളത്തിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ തോന്നിയത് എന്താന്ന് വെച്ചാൽ, നമ്മളൊരു മൂവി കാണുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ പുറകിലുള്ള എഫേർട്ട് അത് ശരിക്കും എല്ലാവർക്കും അറിയുന്നില്ല. ബിക്കോസ് അത് കാണുന്നവർക്ക് അറിയാം, നമ്മൾ ഒരു സീനിൽ കാണുന്ന ആളല്ല അടുത്ത സീനിൽ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെയാണ് അതിന്റെ വിഷ്വലും. നമ്മൾ ആ സീനിൽ കാണുന്ന വിഷ്വൽ ഇത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, തൊട്ടടുത്ത് തന്നെ. അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം
നമ്മൾ തമിഴ്നാട് എന്ന് പറയുന്നത് അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത സീൻസ് ഉണ്ട്, അതിലൊരു നോട്ടമുള്ളൂ, പക്ഷെ നമുക്കറിയാം അത് തമിഴ്നാട്ടിൽ നടക്കുന്നതാണ് ആ ഒരു സീൻ. കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം അത് കേരളത്തിൽ നടക്കുന്നതാണെന്ന്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് എവിഡന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് അറിയാനും പറ്റുന്നുണ്ട്. അപ്പൊ അതായിരുന്നു ഞാൻ ചോദിച്ചത്, ഇത്രയും സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടാണ് ശരിക്കും അത് എടുത്തത്. അതെ അതെ, ഇത്ര സ്ഥലങ്ങൾ കവർ ചെയ്തു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിലൊരു പ്രധാന കാര്യം, നമുക്ക് ഈ സ്ക്രിപ്റ്റിൽ ഇതെല്ലാം സ്പെസിഫിക് ആയിട്ട് ഉണ്ട്. ഇപ്പൊ പിന്നെ സീൻ അത് അവിടെ വേണം, ഇതിവിടെ വേണം, അയാളുടെ ക്ലോസ് വരുമ്പോൾ അത് ഇവിടെ വേണം എന്നൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. നമ്മൾ ഈ ഒരു ലെവലൊന്നും ഇല്ലാതെ ചിന്തിച്ചു പോകേണ്ട കാര്യമില്ല. നമുക്ക് ആക്ച്വലി ഇതിന് എല്ലാം ഉണ്ട് ഇതില്. ഇപ്പോ ഇപ്പൊ വിനായകന്റെ ഒരു ഷോട്ട് അത് തമിഴ്നാടാണ്, തിരിച്ച് കൗണ്ടർ ഒരു ഷോട്ട് വരുന്നത് കേരളമാണ്, മമ്മൂക്കയുടെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നമുക്ക് ധാരണ കിട്ടി. കുറെ സമയം പ്രീ പ്രൊഡക്ഷൻ കിട്ടി, അതുകൊണ്ടൊക്കെ തന്നെ അത് വർക്കൗട്ടായി. പിന്നെ കാറിലുള്ള സീൻസ് കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാ നമ്മള് ചെയ്യുന്നത്? അത് നോർമലി കാറിൽ നമ്മൾ റിഗ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് സീൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ്, അത് കുറച്ചുകൂടി നാച്ചുറൽ ആയിരിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്തത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നൈറ്റ് നമ്മള് ചെയ്യുന്നത്. എനിക്കറിയാം അതിന്റെ ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് അറിയാം, പക്ഷെ നൈറ്റ് ഒത്തിരി ഷോട്ട്സ് ഉണ്ട് മമ്മൂക്കയുടെ തന്നെ, അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീൻസ് ആണ്. അപ്പൊ അത് എടുക്കുന്നതിൽ ആ ഒരു ഏരിയ, ആ ഒരു എൻവയോൺമെന്റ് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ്, ആ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം തന്നെ. അപ്പൊ അവിടുത്തെ എടുത്തപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു നൈറ്റ് ഷൂട്ട്സ് ഒക്കെ? അല്ലെ, നൈറ്റ് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക പോലെയുള്ള ഒരാളെ വെച്ചിട്ട് നൈറ്റ് ഷൂട്ട് എടുക്കൽ, കാര്യം നമ്മൾ ക്രൗഡൊക്കെ വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഇല്ലാത്ത ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വെല്ലുവിളി. വലിയ ക്രൗഡ് വരാൻ പാടില്ല, നമുക്ക് പെട്ടെന്ന് ലൈറ്റിങ് ചെയ്യണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ 10 മണിക്കും ക്രൗഡാണ്. ഇപ്പൊ കൊച്ചിയിലൊക്കെ ആണെങ്കിലും നമുക്കങ്ങനെ ഒരു മണിക്ക് ശേഷമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോഴും ക്രൗഡാണ്. അപ്പൊ അതില്ലാത്ത ചില സ്ഥലങ്ങൾ ഇങ്ങനെ തേടി 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 പോയിട്ടാണ് ഈ മമ്മൂക്കാനൊക്കെ അവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങൾ ഞങ്ങൾ ഇവിടെ കണ്ടുപിടിച്ച് അവിടെയാണ് നൈറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആളുകളൊന്നും വരാത്ത ചില സ്ഥലത്ത് പോയി നമ്മൾ സെറ്റ് ചെയ്തു, അങ്ങനെ ഷൂട്ട് ചെയ്തെല്ലാം. അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് നൈറ്റ്. പിന്നെ നൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാര്യം കുറച്ചും കൂടി ലൈറ്റിങ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത് നൈറ്റിലൊക്കെ ആണല്ലോ. ഈ ലൈറ്റിംഗ് ശരിക്കും ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണല്ലേ? തീർച്ചയായിട്ടും. സിനിമാറ്റോഗ്രഫി ലൈറ്റിംഗ് തന്നെയാണ് ഇമ്പോർട്ടന്റ്. ഇല്ലെങ്കിൽ നമ്മളിപ്പോ വെറുതെ റെക്കോർഡിങ് മാത്രമല്ല ആകുന്നുള്ളൂ. ഇപ്പൊ നമുക്കൊരു ലൈറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി അതിൽ വരുന്നത് ലൈറ്റിംഗ് വരുമ്പോഴാണ്. ഇല്ലെങ്കിൽ നമ്മളൊരു റെക്കോർഡിങ് മാത്രമാണ് ഈ ക്യാമറ ചെയ്യുന്നത്. അപ്പോൾ എനിക്കെപ്പോഴും ലൈറ്റിംഗ് തന്നെയാണ് ഇഷ്ടം. അതിപ്പോ ഡേയിൽ ഷൂട്ട് ചെയ്താലും ലൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു ഫീലാണ്. ഡിപ്പെൻസ്. വേറെ ചില DOPs ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ, അവരുടെ ടേസ്റ്റ് വേറെ ഡിഫറെന്റ് സ്റ്റൈലില്ല. ചിലപ്പോ നാച്ചുറൽ ലൈറ്റിൽ പോകുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. എനിക്ക് പക്ഷെ കുറച്ചും കൂടി ലൈറ്റ് ചെയ്യുന്നതാണ് എന്റെ പേഴ്സണൽ ചോയ്സിൽ വരുന്നത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നൈറ്റില് കാര്യം പറഞ്ഞപ്പോ മമ്മൂക്കയുടെ ഒരു വീട് കാണിക്കുന്നുണ്ട്. ആ വീട് തന്നെ, ആ വീടിന്റെ പുറംഭാഗം കാണിക്കുമ്പോഴേ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീൽ തോന്നുന്നുണ്ട്. അത് ശരിക്കും വീടായിരുന്നോ? അതൊരു ശരിക്കും വീടാണത്. ആണ്. അതെ, നമ്മൾ പോയി അതിന്റെ പുറത്തൊക്കെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്തെന്നേ ഉള്ളൂ. അത് ഒറിജിനൽ വീടാണത്. ഓക്കെ, നൈസ്. ഇനി മമ്മൂക്കാനെ പറ്റി സംസാരിക്കണം. എനിക്ക് അറിയില്ല എവിടെ നിന്ന് തുടങ്ങണം. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന എങ്ങനെ പറഞ്ഞാലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സച്ച് ആൻ അമേസിങ് ആക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഇത്രയും ബിഗ് ആയിട്ടുള്ള ഒരു ലെജൻഡറി ആക്ടർ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊക്കെ ഭയങ്കരമായിട്ട്, നമ്മളെപ്പോഴും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡോടെ നോക്കി കാണുന്ന ഒരാളാണ് മമ്മൂക്ക. കാരണം എനിക്ക് തോന്നുന്നില്ല വേറൊരാൾക്കും ഇങ്ങനത്തെ ഒരു ഇത് ചെയ്താൽ നമുക്ക് ഇത്രയും ഫീൽ വരുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം മമ്മൂക്കാന്റെ ഒരു ഇതാണ്, മമ്മൂക്കാന്റെ ഒരു മാജിക്, അതാണ് ഒരു മാജിക് തന്നെയാണ്. എനിക്ക് ഈ ഒരു മൂവി ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അതാണ് തോന്നിയത്, മമ്മൂക്ക ശരിക്കും ഒരു മാജിക് ആണെന്ന്. കാരണം
ഓരോ സീൻസിലെയും മമ്മൂക്കാന്റെ ഒരു നോട്ടേ ഉള്ളൂ. ചിലതില് ഡയലോഗ് പോലും ഇല്ല. നമ്മളിങ്ങനെ പറയില്ലേ, ആളൊരു സൈക്കോപാത്ത് ആണെന്ന് നമുക്ക് മനസ്സിലാവണം, പക്ഷെ ആൾക്ക് ഡയലോഗ് ഇല്ല. ആ ഡയലോഗ് ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്രയും ഒരു ലെജൻഡറി ആക്ടറുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ആ ഒരു ഫീലിങ്സ് എന്തായിരുന്നു? ഐ മീൻ, ആദ്യമായിട്ട് ഇപ്പം ആ ചേട്ടൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു നമുക്ക് ഇത്രയും നാളായിട്ട് കണ്ടുവരുന്ന ഒരാളാണ്, നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണെന്ന്. പക്ഷെ എന്നാലും നമ്മുടെ ഫസ്റ്റ് ഷോട്ടില് നമ്മളിങ്ങനെ ആസ് എ DOP നിൽക്കുകയാണ്. എന്തായിരുന്നു ആ ഫീല്? അല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോ ഞാനിങ്ങനെ വളർന്നു വരുന്നൊരു സമയം, സിനിമ താല്പര്യം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരാളാണ് ഇദ്ദേഹം, അല്ലെ? ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരുന്നു, പിന്നീട് സിനിമയിൽ എത്തുന്നു. അപ്പോഴും നമ്മുടെ ആഗ്രഹമാണ് പുള്ളിയെ ഷൂട്ട് ചെയ്യണം. അപ്പൊ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നും ഒരു ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമ, അത്തരത്തിലുള്ള ഒരു മൂവി ആയിരിക്കണം ചെയ്യേണ്ടതെന്ന് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അത് ആരോടും അങ്ങനെ പറയാറില്ല. അങ്ങനെ വന്നാണ് ലാസ്റ്റ് ഈ പടത്തില്, ഈ മൂവിയിൽ ഞാൻ എൻട്രി ആകുന്നതാണ്. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അത്. കാരണം ഇതുവരെ നമ്മൾ സ്ക്രീനിൽ കണ്ടിരുന്ന ആളാണ്, പിന്നീട് നമ്മുടെ ക്യാമറയ്ക്ക് ഉള്ളിലേക്ക് അദ്ദേഹം വരുന്നു എന്ന് പറയുന്ന ഒരു ഹൈ ഉണ്ട്, ഒരു പോയിന്റ് ഉണ്ട് ഇല്ലേ? അപ്പൊ അത് ആക്ച്വലി എനിക്കത് ഭയങ്കര ഒരു ഹൈ മൊമെന്റ് ആണ് അത് പുള്ളി വന്നത്. നാഗർകോവിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ആദ്യം. പക്ഷെ മമ്മൂക്ക ഇല്ല, അപ്പൊ വിനായകൻ ചേട്ടനാണ് ഷൂട്ട് ചെയ്ത് പോയി. അപ്പോൾ വേറൊരു ദിവസമാണ് മമ്മൂക്ക ആദ്യമായിട്ട് വരുന്നത്. സിനിമ കണ്ടാലും അറിയാം, പുള്ളി ഒരു ഷോപ്പിൽ ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്കുന്ന ഒരു ഷോട്ടാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അന്ന് മമ്മൂക്ക എത്തി. അപ്പൊ ഞങ്ങളെയൊക്കെ ക്യാരവാന്റെ അടുത്ത് വിളിച്ചു, എനിക്കൊരു ക്യാപ്പെല്ലാം വെച്ച് തന്നു അന്ന്. മമ്മൂക്ക അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ചായ കുടിച്ച് നിൽക്കുന്ന ആ ഒരു ഷോട്ടാണ് ഫസ്റ്റ് ഷോട്ട്. അത് ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ മറക്കൂല ഷോട്ട്. കാരണം എൻ്റെ ക്യാമറയിൽ കൂടി ഞാൻ പുള്ളിയെ കാണുന്നുണ്ടല്ലോ. ഈ കോടിക്കണക്കിന് ആളുകളുടെ ഒരു ഹരമായിട്ടുള്ള ആളാണ് എൻ്റെയും. അപ്പൊ നമ്മളത് ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയണത്, അത് എനിക്കറിയില്ല എത്രത്തോളം അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. മറ്റുള്ളവർക്ക് എങ്ങനെ എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്ക് പിടിയില്ല. കാരണം എനിക്കറിയാം അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയുണ്ട്, എന്താണെന്നുള്ളത്. അപ്പം ഞാൻ വളരെയധികം ആസ്വദിച്ച് ഷൂട്ട് ചെയ്തതാണത്. ഈ സിനിമ കംപ്ലീറ്റ് എനിക്ക് അദ്ദേഹം ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിപ്പോൾ റീടേക്ക് പറഞ്ഞാലും എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് എന്ത് പറഞ്ഞാലും അദ്ദേഹം ഓക്കെയാണ്. അത് ചെയ്യണമെങ്കിൽ ഓക്കെ, അത് ചെയ്യും. അല്ലാതെ ഒരു ഇഷ്യൂവും എനിക്ക് അദ്ദേഹം ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടില്ല, ആർക്കും. അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല, വിനായകൻ ചേട്ടൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ഷൂട്ട് ചെയ്ത് വന്നത് എനിക്ക് എൻ്റെ ഒരു ലൈഫിൽ, എൻ്റെ സിനിമ ലൈഫിൽ എൻ്റെ ഒരു മെയിൻ ഏരിയ ആണത്. ഇപ്പൊ ഈ സിനിമ കളങ്കാവൽ എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്നും പ്രിയപ്പെട്ടതാണ്. ഈ പറഞ്ഞ പോലെ മമ്മൂക്കാനെ ഷൂട്ട് ചെയ്യുക എന്നുള്ള ഒരു ഭാഗ്യം അത് കിട്ടി. അതൊന്ന് പിന്നെ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അതിലും വലിയൊരു കാര്യം. പിന്നെ ഇങ്ങനെയൊക്കെ വന്നിരിക്കാൻ ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടത് കൊണ്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് വളരെ ഭാഗ്യമാണ്. അത് ലൈഫ് ലോങ് തീർച്ചയായിട്ടും. കാരണം മമ്മൂക്കാനെ ഒന്ന് അകലേന്നെങ്കിലും ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു വ്യക്തിയുടെ മുമ്പില് ആസ് എ DOP വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യം. പിന്നെ നമ്മൾ എല്ലാവരെയും എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മമ്മൂക്ക പറയുന്നു മമ്മൂക്കയ്ക്ക് ഇനിയും ക്യാരക്ടേഴ്സ് ചെയ്യണം, പുതിയ ക്യാരക്ടേഴ്സ് ചെയ്യണം. അപ്പോൾ മമ്മൂക്ക പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ഡയറക്ടർ പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഡയറക്ടറിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ അടുത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതും കൂടി ഞാൻ ശ്രമിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെയിലറിലാണെന്ന് തോന്നുന്നു, വലിക്കുന്ന ഒരു സീനിൽ ഇങ്ങനെ, അത് ശരിക്കും ഉള്ളതായിരുന്നോ അതോ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നോ അതോ മമ്മൂക്ക തന്നെയായിട്ട് ചെയ്ത ഒരു സംഭവം? അത് ഈ പറഞ്ഞതുപോലെ ഈ സിഗരറ്റ് വലിക്കുക എന്നുള്ളത് സ്ക്രിപ്റ്റിലുണ്ട്. അതെ. പിന്നീട് ഈ പറഞ്ഞ പഫ് പരിപാടികളെല്ലാം പുള്ളി തന്നെയാണ് അത് കൊണ്ടുവരുന്നതെല്ലാം. കാര്യം എന്തായാലും ചെയ്യുമ്പോൾ പുള്ളി ഈ പറയുന്ന പുള്ളിയുടെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതിപ്പോ ജിതിനുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് അത് പോകുന്നത്. പക്ഷെ അത് പലപ്പോഴും പുള്ളി അത് കൃത്യമായിട്ട് ആ റൗണ്ട് ചെയ്ത് വിടുന്നുണ്ട്. അതൊക്കെ പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല പല
ഷോട്ടുകളിൽ ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം സിഗരറ്റ് വലിക്കുന്നു എന്നുള്ളതായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോ. പക്ഷെ അദ്ദേഹം ഷോട്ടിൽ ചെയ്യുന്നത് അതിൽ നിന്നും വേറൊരു സാധനമായിരിക്കും. അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. അയ്യോ സത്യം. ഇപ്പൊ താങ്കൾ ചോദിച്ചില്ലേ ഒരു നോട്ടം അല്ലെങ്കിൽ ചില ഷോട്ടിൽ ഒരു നാക്ക് കടിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ പുള്ളി അത് ആ ക്യാരക്ടറായി മാറിയിട്ട് അദ്ദേഹം ചെയ്യണം. അത് ശരിക്കും ആ ഒരു പ്രോസസ് അല്ലേ എന്ന് വെച്ചാൽ നമ്മളൊരു ഡയറക്ടർ ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ ചേട്ടനാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നതെന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അത് ഞാനിപ്പോ ഇപ്പൊ അദ്ദേഹത്തിൽ നിന്നാണ് ഇത് ഞാൻ വളരെ കൂടുതലായിട്ട് ഞാൻ കാണുന്നത്. കാരണം വളരെ കൂളാണ് പുള്ളി. ഷോട്ടിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പുള്ളി ചെയ്യുന്നത് നമ്മളെ തന്നെ അമ്പരപ്പിച്ച് കളയുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അത് അതൊരു ഭയങ്കര ഒരു അമേസിങ് പരിപാടിയാണ് പുള്ളിയുടെ പരിപാടിയാണ്. അതെ. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു ട്രെയിലറിലും ഭയങ്കര ഹിറ്റ്, ഇപ്പോഴും ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. ഫുൾ ഡാർക്കാണ്. മമ്മൂക്ക അതെ വലിക്കുന്നത് മാത്രം ഷാഡോയിൽ കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്കാന്റെ ഷാഡോ വരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും മമ്മൂക്കാണ്. അപ്പൊ ആ ഒരു ഷോട്ട് അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ഇപ്പോഴും അതിപ്പോഴും അതാണ് യൂസ് ചെയ്യുന്ന എല്ലാവരും. ഒരു കളംകാവൽ എന്ന് പറയുമ്പോ തന്നെ അതിന്റെ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു വന്നത് അങ്ങനെ ഒരു ഷോട്ട് എടുക്കാൻ? അത് ആക്ച്വലി അത് ഞങ്ങള് ഈ പറഞ്ഞ വീട് ഉണ്ടല്ലോ, ഇപ്പൊ കുറച്ചു മുമ്പ് ചോദിച്ചില്ലേ പുള്ളിയുടെ വീട്. ഈ മമ്മൂക്കയുടെ വീട് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ വേറൊരു ഷോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു മതിലിൽ മമ്മൂക്ക ഇങ്ങനെ കയറി ചാരിയിരിക്കുന്നുണ്ട്. അപ്പം ഞാനും ജിതിനും എല്ലാം ഞങ്ങൾ ഈ വീടിന് ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ക്യാമറയൊക്കെ സെറ്റ് ചെയ്തൊരു വേറൊരു ഫ്രെയിം പോലെ. അപ്പം ഇങ്ങനെ പുള്ളി ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോഴാണ് ആ ഒരു ഐഡിയ വരുന്നത്. അപ്പം നമുക്കൊരു ട്രെയിലറിനാണെങ്കിലും അല്ലെങ്കിലും ഫിലിമിൽ യൂസ് ചെയ്യാം. ഇനി ഫിലിമിൽ യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് നമുക്കൊരു ട്രെയിലർ കട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും പോകാം എന്ന് കരുതി അപ്പൊ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു ലൈറ്റ് വെച്ചു. അപ്പൊ പെട്ടെന്ന് ഇതാണ് ചില ഷോട്ടുകൾ നമുക്ക് ഭയങ്കര പ്ലാൻഡ് ഒന്നും അല്ല, നമ്മൾ പെട്ടെന്നാണ്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു, ഇപ്പൊ താങ്കൾ അവിടെ ഇരിക്കുന്നു, അവിടെ വെച്ച് നമ്മൾ കാണുമ്പോൾ എന്നാൽ കുറച്ച് വേറൊരു ആംഗിളിൽ അത് വെച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ ആ സമയം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണത്. അതിന് കൃത്യമായിട്ടൊരു പ്ലാൻഡ് ഒന്നും അല്ല അത്. പക്ഷെ ഈ ഷോട്ട് അദ്ദേഹം ഇങ്ങനെ ഷോട്ട് ഇല്ലാത്തപ്പോ ഇങ്ങനെ അവിടെ പുള്ളി ആ മതിലിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ക്യാമറ വെച്ചപ്പോൾ അപ്പൊ പറഞ്ഞ ഇങ്ങനെ ഒരു ഷോട്ട് നമുക്ക് എടുത്തേക്കാം, ഇപ്പൊ സമയമുണ്ട്, നമുക്കൊരു ഷോട്ട് എടുക്കാം. അപ്പൊ ഇന്ന് കഴിഞ്ഞാൽ ആ വീട് പാക്ക് ചെയ്ത് പോവാണ്. അപ്പൊ അങ്ങനെ ഒരു ഷോട്ട് എടുത്തു വെച്ചിരുന്നതാണ് അത് മൂവിയിൽ ഉപയോഗിക്കണം. പക്ഷെ എന്നാലും അത് എടുത്തു വെച്ചിരുന്നു. ഒരു പെട്ടെന്ന് ലൈറ്റ് പുറത്ത് വെച്ചു, ഒരു ഷോട്ട് എടുത്തു വെച്ചു. ഒരു വെറുതെ ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു, എങ്കിലും ഒരു ഷോട്ട് എടുത്തു വെച്ചു. ആ ഷോട്ടാണ് ട്രെയിലറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഷോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ വിചാരിച്ചായിരുന്നു, ഐ മീൻ അതപ്പൊ എടുത്തു കഴിഞ്ഞപ്പോ ഇത്രയും ഹിറ്റ് ആവും. കാരണം ആ ഷോട്ടാണ് ഇപ്പോഴും ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. കാരണം അത് പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ മമ്മൂക്ക പിന്നെ അറിയാലോ, മമ്മൂക്ക കൂടി ആ ഒരു പിന്നെ നമ്മള് ട്രെയിലറിൽ അപ്പൊ പറയുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഡയലോഗും കൂടി പറയുന്നുണ്ട്, കൊല്ലുന്ന കാര്യം അങ്ങനെ പറയുന്നത്. അതും കൂടി വന്നു കഴിഞ്ഞപ്പോ അതിന്റെ ഒരു എഫക്ട് ഭയങ്കര ഹൈ ആയി. അപ്പൊ അത് കണ്ടപ്പോ കുറച്ചുകൂടി സന്തോഷമായില്ലേ? സന്തോഷമായി. കാരണം അത് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ ഷോട്ടിൽ. അതൊരു നമ്മളിങ്ങനെ ഒരു നോർമൽ പൊക്കോളും എന്ന് വിചാരിച്ചിരുന്നൊരു ഷോട്ടാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് ട്രെയിലർ കട്ട് ചെയ്തപ്പോൾ അത് വന്നു, ആ ഒരു ഷോട്ട് നമുക്ക് വെക്കാം. അത് ജിതിൻ അങ്ങനെ ഒരു ഐഡിയ വെച്ചു, അതിൻ്റെ ഇങ്ങനെ ഒരു ഷോട്ട് വെക്കാം, അപ്പോൾ അതിലിങ്ങനെ ഒരു ഡയലോഗ് അപ്ലൈ ചെയ്യാം എന്നാൽ അതെല്ലാം ഡയറക്ടറുടെ ഒരു തീരുമാനങ്ങളാണ് അതെല്ലാം. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ മൂവിയിൽ മമ്മൂക്കാനെ പറയുന്ന പോലെ തന്നെ നമുക്ക് വിനായകൻ ചേട്ടനെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് വി നായകൻ എന്നുള്ളത്. വിനായകൻ ചേട്ടന്റെ പെർഫോമൻസും അത്ര അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഈ അടുത്ത് ഭയങ്കര നമുക്ക് എല്ലാവർക്കും റെസ്പെക്ട് തോന്നിയ ഒരു കാര്യം, വിനായകൻ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ വിനായകൻ ചേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഒരു മൂവി കഴിഞ്ഞാൽ പിന്നെ സോഷ്യലി അങ്ങനെ വരാത്തത് എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അപ്പൊ അത്രയും ജെനുവിൻ ആയിട്ട് പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് അത് കണക്ട് ആയിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ കാണുന്നത് മാത്രമല്ല, ആളുടെ ഒരു ക്യാരക്ടർ തന്നെ ഡിഫറെന്റ് ആയിരിക്കും. വിനായകൻ ചേട്ടന്റെ കൂടെയുള്ള വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതെ, ഈ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞ പോലെ വിനായകൻ ചേട്ടന്റെ കൂടെയും ഞാൻ ആദ്യമായിട്ടാണ്. അദ്ദേഹത്തിന്റെ കൂടെയും ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ
നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ എനിക്കും അദ്ദേഹത്തെ കുറിച്ച് അറിയുള്ളൂ. പക്ഷെ സിനിമ ഞാൻ പരിചയപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ സിനിമയിൽ വന്ന ആളെ കുറിച്ച് വളരെ ബ്രില്യൻ്റ് ആണ് അയാൾ. അദ്ദേഹം ഭയങ്കര ബ്രില്യൻ്റ് ആക്ടറാണ്. ഈ പറയുന്ന എനിക്ക് ഒരു നെഗറ്റീവും അദ്ദേഹത്തിൽ തോന്നിയില്ല. കറക്റ്റ് സമയത്ത് വരും, കൃത്യം പങ്ക്ച്വലാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും ആക്ടിങ്, അതിൽ പുള്ളി ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈല്, ആ ക്യാരക്ടറായി മാറാൻ പുള്ളിയുടെ ഒരു സ്റ്റൈൽ, ഒരു ശ്രമമുണ്ട്, ഒരു എഫേർട്ട് ഉണ്ട്. അതെല്ലാം വളരെ ഭയങ്കര രസമാണ് അതൊക്കെ കാണാൻ. അദ്ദേഹം അതിപ്പോ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹം ജീവിക്കുന്ന ആ ക്യാരക്ടറായിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു വിനായകൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഒന്നുമില്ല. അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് അങ്ങ് മാറി. അതിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഭയങ്കര രസമായിരുന്നു. അത് വളരെ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പൊ എനിക്ക് അത് പുള്ളിയുടെ ഒരു എന്താ പറയണ വേ ഓഫ് അപ്രോച്ച്, വേ ഓഫ് ആക്ടിങ് പരിപാടികളൊക്കെ പിന്നെ നമ്മള് കാണുന്ന പോലെ ആയിരിക്കില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, നമ്മൾ അടുത്ത് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ ആയിരിക്കത്തൊന്നുമില്ലല്ലോ. ഇപ്പൊ എല്ലാരെ കുറിച്ചും നമ്മൾ കേൾക്കുന്നതല്ല നമ്മൾ അടുത്ത് വരുമ്പോൾ ഉള്ളത്. അപ്പൊ എനിക്ക് പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വളരെ പങ്ക്ച്വലാണ്, വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ഈ ഒരു ക്യാരക്ടറായി മാറാനുള്ള വളരെ വലിയ ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതെ, കാരണം നമുക്ക് പർട്ടിക്കുലർ സീൻസ് പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ചില സീൻസിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മമ്മൂക്കയും വിനായകൻ ചേട്ടനും ഇവര് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഓഡിയൻസിന് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് എനിക്ക് ഈ കളങ്കാവലിൽ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്. ഇവരുടെ ഒരു കോംബോ ഉണ്ട്. ഇപ്പൊ മമ്മൂക്ക വിനായകൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു കോംബോ, അത് ഇതുവരെ നമ്മൾ വരാത്തൊരു കോംബോ ആണ്. കുറച്ചൊരു ഡിഫറെന്റ് ആയ ഒരു കോംബോ ആണത്, അല്ലെ? അപ്പൊ ഈ കോംബോയെ ഷൂട്ട് ചെയ്യാന്നുള്ളത് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു കാര്യം. ഓൾറെഡി എനിക്ക് ഇവരെ ഇഷ്ടമാണ് ഭയങ്കര. ആക്ടേഴ്സ് എന്ന നിലയിൽ എനിക്ക് ഇഷ്ടമുള്ള ആളുകളാണ് രണ്ടുപേരെ. അപ്പൊ ഈ കോംബോ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതുകൂടി പറയണം ഇതിന്റെ കൂട്ടത്തില്. അതാണ് അത് ഓൺ സ്ക്രീനിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ അല്ലാതെ പ്രൊമോഷൻസിലാണെങ്കിൽ അവർ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആസ് എ സിനിമാറ്റോഗ്രാഫർ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ഇവരായിട്ട് മാത്രമല്ല നമുക്ക് കോർഡിനേറ്റ് ചെയ്യേണ്ടി വരാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആർട്ട് ടീം, കോസ്റ്റ്യൂം ടീം. ഈ ഒരു മൂവിയില് അത് എടുത്തു പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു കളർ പാലറ്റ് വരെ ഡിഫറെന്റ് ആയിരുന്നു ഈ ഒരു മൂവിയുടെ ത്രൂ ഔട്ട്. സോ അവരുടെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എന്തായിരുന്നു? അത് നമ്മൾ ആദ്യം ഈ സ്ക്രിപ്റ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഒരു കളർ പാലറ്റുകൾ, ഒരു ടോൺ ഒക്കെ പറയും. അപ്പൊ അതെല്ലാം നമ്മളൊന്ന് ഫിക്സ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ട ആൾക്കാരാണ് ഈ പറയുന്ന ആർട്ട്, കോസ്റ്റ്യൂമർ എല്ലാം. ഇപ്പൊ കോസ്റ്റ്യൂമർ മമ്മൂക്കയുടെ തന്നെ കൂടെയുള്ള അഭിജിത്ത് ആണ് കോസ്റ്റ്യൂമർ. ആർട്ട് ഷാജി നടുവിൽ എന്ന് പറഞ്ഞിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ട് ഡയറക്ടറാണ്. ഇവർ രണ്ടുപേരും 100% നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നു. ഇപ്പൊ മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചാൽ നമ്മളൊരു ടോൺ വെച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക്. ഇപ്പൊ മമ്മൂക്കയുടെ ക്യാരക്ടറിന് നമ്മളൊരു റെഡ് വൈൻ എന്നൊരു ടോൺ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വിനായകൻ ചേട്ടന്റെ ക്യാരക്ടറിന് ഒരു ഗ്രീൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇവർ വരുന്ന സീക്വൻസിലെല്ലാം, മമ്മൂക്കയുടെ സീക്വൻസിലെല്ലാം കുറച്ചും കൂടി ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ റെഡ് വൈൻ ആയിരിക്കും. കോസ്റ്റ്യൂം ആയാലും മറ്റെന്തെങ്കിലും പ്രോപ്സ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കളേഴ്സ് ഒക്കെ ഉണ്ടാവും. വിനായകൻ ചേട്ടനിലേക്ക് പോകുമ്പോൾ ഒരു ഗ്രീനും ആയിരിക്കും. അതിന്റെ ഒരു ട്രാവൽ ഉണ്ട്. അത് എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഇപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് കിട്ടിയൊരു കാര്യമാണ്. ഞാൻ അങ്ങനത്തെ ഒരു ട്രാവൽ ഇതിന്റെ ഇടയിൽ നടത്തിയിട്ടുണ്ട് പാരലായിട്ട്. അപ്പൊ അത്തരത്തിൽ അത് കുറെ ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കുറെ പറയാനുണ്ട്. അല്ല, അത്തരത്തിൽ ഞങ്ങൾ അതിൽ കളേഴ്സ്, പാലറ്റ്, ഇപ്പോ അപ്പൊ ഇതിനൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഈ പറയുന്ന ആർട്ടുണ്ട്, കോസ്റ്റ്യൂം ഒക്കെ ഉണ്ട്. അവർക്കും കൂടി അത് കിട്ടിയിട്ടാണല്ലോ അത് കറക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ സിനിമ കാണുമ്പോൾ നമുക്കറിയാം ഒരു ടോട്ടൽ ഇതിനൊരു ടോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അത് കൃത്യമായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഇനിയും ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല മൂവീസിൽ ഒരു ഭാഗമാവാൻ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം ചേട്ടാ, ഒരുപാട് എക്സ്പീരിയൻസ് ഞങ്ങളായിട്ട് പങ്കുവെച്ചു.